കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇപ്പോഴത്തേക്കിന് നിങ്ങൾ കാനഡയും UK-ലെയും മഞ്ഞിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഓസ്ട്രേലിയയുടെ മഞ്ഞ് പരിചയപ്പെടുത്തി തരാം. വി ആർ ഇൻ മൗണ്ട് ബോബോ. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ഇട്ടേക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഈ മൗണ്ട് ബോബോ എന്ന് പറയുന്നത്. കഴിഞ്ഞ വിൻ്ററിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര തിരക്കും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനേ പറ്റിയില്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴായാലും പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞതല്ലാണ്ട് ഒന്നും നടന്നില്ല. അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് ക്യുക്കായിട്ടെടുത്തൊരു തീരുമാനത്തിൽ എല്ലാവർക്കും ഓഫ് കിട്ടി. ഇപ്പോൾ പോയൊരു പ്ലേസ് ആട്ടോ ഈ മൗണ്ട് ബോബോ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. ഓൺ ദ വേ നമുക്ക് ഏകദേശം സിറ്റിയിൽ നിന്നൊരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. അത് ഹെയർ പിൻ വളവായതുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. ശരിക്കും നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ 2-2.25 മണിക്കൂർ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു 3 മണിക്കൂർ മേലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ ചുരം കയറുന്നില്ലേ, അതുപോലെയാണ്. ഹെയർ പിൻ വളവുകളാണ് മൊത്തം. ചുറ്റും മരങ്ങളും ഏകദേശം ഒരു കാട് സെറ്റപ്പാണ്. അതായത് നമ്മൾ ഡാൻഡനോങ് റേഞ്ചസ് എന്ന് പറയുന്ന റൂട്ടാണ് പിടിക്കുന്നത്. അതുകൊണ്ട് സിറ്റിയിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് കയറും. പിന്നെ നമുക്ക് അവിടെ എത്തുന്നവരെ ഈ ഒരു റൂട്ടാണ്. പോകുന്ന വഴിക്ക് വീടുകളും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പെട്രോൾ അടിക്കാൻ ആഗ്രഹിക്കുന്നവർ മുന്നേ നമ്മൾ സിറ്റിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അത് റിസ്ക്കിയാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചെയിൻ ഹയർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു $40 നമുക്ക് ചിലവ് വന്നത് പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് അവിടെയും ഈ എത്തുന്ന സ്ഥലത്തും അവിടെയും ചെയിൻ ഹയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടുകൊടുത്ത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കി മേടിക്കുമായിരുന്നു ചെയ്തത്. മഞ്ഞുണ്ടായിരുന്നാലും ഇല്ലെങ്കിലും റോട്ടിൽ മഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മുടെ വണ്ടിയിൽ ചെയിൻ വേണം എന്നാണ് നിയമം. അത് നമ്മളിവിടെ ഈ ഗേറ്റിൽ അവർ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുകയും വേണം. പിന്നെ നമുക്ക് ഏകദേശം ചിലവായത് $67 പെർ ഡേ എൻട്രൻസിന്. ഇപ്പോൾ നിങ്ങൾക്കത് പോസ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പാക്കേജ് എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് നോക്കാം. നമുക്ക് അവരൊരു പാസ് തരും. അത് നമ്മൾ പാർക്കിങ്ങിൽ പോകുമ്പോൾ നമ്മുടെ ഡാഷ് ബോർഡിൽ വെച്ചിട്ട് പോകാനാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെയും അവിടെ നമുക്ക് 1 മണിക്കൂർ ഏകദേശം ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ സ്ഥലത്തെത്താനായിട്ട്. ഇതായിട്ട് നമ്മുടെ പാർക്കിംഗ്. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ തിരക്കുകൾ കുറഞ്ഞു. കാരണം എല്ലാവരും തന്നെ രാവിലെ വന്ന് പോയി. അപ്പോൾ അവിടെ നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും സ്ഥലങ്ങളും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലവും വീഡിയോ എടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ അതിലൊന്നും കയറിയില്ല കേട്ടോ. അതിലൊക്കെ എക്സ്ട്രാ പൈസയാണ്. പക്ഷെ കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാം നമുക്ക് അവിടെയുണ്ട്. പിന്നെ സവനീർ. ആകെ നമുക്ക് ഫുഡ് മാത്രമേ ഇല്ലാത്തുള്ളൂ. ആകെ ചെറിയ വല്ല ലേസ് പോലത്തെ പാക്കറ്റ്സിലുള്ള ഫുഡ് അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫുഡ്സ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കയ്യിൽ കരുതാണെങ്കിൽ നല്ലതായിരിക്കും. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സിങ് ആയിരുന്നു. കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാം. കാരണം തിരക്ക് കൂടുമ്പോൾ നമുക്കൊരു ചമ്മലാണ് ഓരോന്ന് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഫ്രീ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ രാവിലെയാണ് വന്ന് പോകുന്നത്. ഞങ്ങൾ ഏകദേശം ഉച്ചയായതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കും, പക്ഷെ നമുക്ക് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ഒരു സ്നോഫാളും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ ഈ നായ്ക്കുട്ടികളെ വെച്ചിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഹസ്കി ഡോഗുകളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ വെച്ചിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട് അവിടെ. അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഇതിനൊന്നും കയറിയില്ല കേട്ടോ. അതിനൊക്കെ എക്സ്ട്രാ ആയതുകൊണ്ട് നമുക്കിപ്പോൾ വരിക, ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക, അതാണല്ലോ നമ്മുടെ മെയിൻ എയിം. അപ്പോൾ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ചുറ്റും കണ്ട് ഇങ്ങനെ വാസ്റ്റായിട്ട് കിടക്കുക. ഇങ്ങനെ നടന്ന് നമുക്ക് പോവാം ചുറ്റും. പിന്നെ നമുക്ക് താമസിക്കാൻ വരുന്നവർക്ക് റിസോർട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എൻട്രി ഫീസ് ആണെങ്കിൽ കൂടിയും നമുക്ക് എല്ലാം തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ പലതരത്തിലും മൗണ്ടൻസ് ഇതുപോലെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് മൗണ്ട് ഹോത്തോം അല്ലെങ്കിൽ മൗണ്ട് ബുള്ളർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകും. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനും ആ ഒരു റിലാക്സേഷനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും.
അങ്ങനെ ഒരു 2-3 മണിക്കൂർ നമ്മൾ സ്നോയിലൊക്കെ കളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്ത് നമുക്ക് ഡ്രൈവ് ഉണ്ട്. രാത്രി ആവാറായി, അപ്പോൾ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം. വരുവാണെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഏകദേശം ഈ സമയത്തൊക്കെ വരാം. ഒരുപാട് ഈ രാത്രി ആവാൻ നിൽക്കണ്ട, കാരണം പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ സ്നോ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചില ഡേഞ്ചറസ് ആണ്. അപ്പോൾ ബെറ്റർ മോർണിംഗ് വരുവാണെങ്കിൽ ആൾക്കാരും കാണും. ഒട്ടുമിക്ക നല്ല നല്ല സൈലന്റ് പ്ലേസ് ആണ്, ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ലൊരു പ്ലേസ് ആട്ടോ. അപ്പോൾ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡെസ്റ്റിനേഷനും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. മൗണ്ട് ബുള്ളറാണ് കുറച്ചുകൂടി ഫേമസ്, പക്ഷെ ഇതൊരു ഇനി ഫേമസ് ആവാൻ ചാൻസ് ഉള്ളൊരു പ്ലേസും കൂടിയാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.